ബീഹാറിലെ സിപിഐഎം ശക്തി കേന്ദ്രമായ വിഭൂതിപൂരിൽ പ്രചാരണം ശക്തമാക്കി സിറ്റിംഗ് എംഎൽഎ അജയ് കുമാർ. വികസന പ്രവർത്തനം മുന്നോട്ട് വെച്ചുള്ള പ്രചാരണത്തിൽ എൻഡിഎ സർക്കാരിനെ അജയ് കുമാർ രൂക്ഷമായി വിമർശിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നടത്തുന്ന അട്ടിമറി ശ്രമം വിലപ്പോവില്ലെന്നും നിതീഷ് സർക്കാർ തോൽക്കുമെന്നും അജയ് കുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. സിപിഐഎം സിറ്റിംഗ് സീറ്റും ശക്തി കേന്ദ്രവുമായ വിഭൂതിപൂരിൽ ശക്തമായ പ്രചരണമാണ് മഹാഗഠബന്ധൻ നടത്തുന്നത്. വികസന പ്രവർത്തനത്തിലൂടെ തന്നെയാണ് അജയ് കുമാർ ഇത്തവണയും വോട്ട് തേടുന്നത്. और मैं समझता हूं कि इसका बहुत प्रभाव है। महागठबंधन ने जो घोषणा पत्र में दिया है कि हर उस घर में एक सरकारी नौकरी हम देंगे जिसमें एक भी नौकरी नहीं है, इसका बहुत अपील है। दूसरा है कि माँ बहन योजना से 2500 रुपया महीना देंगे। पेंशन जो पहले 400 रुपया मिलता था, मेरे क्वेश्चन के बाद नीतीश जी बढ़ा के उसको 1100 किया। വോട്ടർമാർക്ക് ജനപ്രിയനായ അജയ് കുമാർ എൻഡിഎ സർക്കാർ ഒരു വികസനവും നടത്തുന്നില്ലെന്നും വിദ്യാഭ്യാസ മേഖലയെ പോലും തകർക്കുകയാണെന്നും വിമർശിച്ചു. അദാനിക്ക് ഏക്കർ ₹1 നിരക്കിൽ നൽകിയ സർക്കാരാണ് എൻഡിഎയുടേത്. SIR കൂടി അട്ടിമറിക്ക് ശ്രമിച്ചാലും എൻഡിഎ പരാജയപ്പെടുമെന്നും അജയ് കുമാർ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. लेकिन अडानी को नीतीश जी के दोस्त जो है उनको 1050 एकड़ जमीन सिर्फ ₹1 सालाना रेवेन्यू पर दे दिया, तो उनके चेहरे जो है ना वो उजागर हो गया, दागदार है चेहरा। ये गरीबों की सरकार नहीं है और इस चुनाव में ये साबित हो जाएगा कि डेमोक्रेसी को हाईजैक करने की कोशिश SIR के माध्यम से जो किया था तो वो नाकामयाब हुआ और जिसने कोशिश किया था उसको बिल्कुल करारा जवाब उसको हरा करके दिया। എല്ലാ പഞ്ചായത്തിലും ആശുപത്രി സംവിധാനം ഉൾപ്പെടെ ഉറപ്പ് നൽകിയാണ് പ്രചരണം ശക്തമായി നടക്കുന്നത്. 6 തവണ CPM ജയിച്ച മണ്ഡലമാണ് വിഭൂതിപൂർ. പിന്നീട് JDU ഇവിടെ നിന്ന് ജയിച്ചെങ്കിലും 2020 തെരഞ്ഞെടുപ്പിൽ JDUവിൽ നിന്ന് അജയ് കുമാർ 40,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലം തിരിച്ചുപിടിച്ചത്. CPIMന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള വിഭൂതിപൂരിൽ ശക്തമായിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. വിഭൂതിപൂരിൽ നിന്നും ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം വിഷ്ണു തലവൂർ.